നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ഉത്തരവുകൾ നടപ്പിലാക്കാനും തനിക്കറിയാമെന്ന് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് കാട്ടിത്തരുന്നു. ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുപിന്നാലെ ഇപ്പോൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ യുഎസിൽ നടപടികൾ ആരംഭിച്ചു. 538 ആളുകളെ ഇതിനകം അറസ്റ്റ് ചെയ്തുവെന്നാണ് യുഎസ് പറയുന്നത്. 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവറ്റ് അറിയിച്ചു. ട്രംപ് ഭരണകൂടം 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ തീവ്രവാദികളെന്ന് സംശയിക്കുന്നയാളും ക്രിമിനൽ ഓർഗനൈസേഷനായ ട്രെൻഡി അരഗ്വ ഗാങ്ങിലെ 4 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഈ സംഘത്തിൽ പ്രായപൂർത്തിയല്ലാത്തവർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയവർ വരെ ഉൾപ്പെടുന്നു. വൈറ്റ് ഹൗസ് വാർത്താക്കുറിപ്പിലൂടെയാണ് ഇത്തരമൊരു വിവരം പുറത്തുവിട്ടത്. വരും ദിവസങ്ങളിലും ശക്തമായ നടപടികൾ തുടരുമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. നിരവധി അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനം വഴി കയറ്റിവിട്ടു. ട്രംപ് വാഗ്ദാനം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ അങ്ങനെ പുരോഗമിക്കുന്നു. അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് കാലിഫോർണിയ, ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും അടുത്ത ദിവസങ്ങളിൽ ജോലിക്കെത്തിയില്ല. അവരൊക്കെ അവരുടെ വീടുകൾ അടച്ച് ഭയപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേരും അനധികൃത കുടിയേറ്റക്കാരാണ്, പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്നെത്തിയവർ. അമേരിക്ക ഇവരെ നാടുകടത്തുന്നതോടെ ഈ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മെക്സിക്കോ. കൂട്ട അഭയാർത്ഥി പ്രവാഹമുണ്ടായാൽ അത് കണക്കിലെടുത്ത് മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കൂടുതൽ അഭയാർത്ഥി കൂടാരങ്ങൾ പണിതു തുടങ്ങി. അറസ്റ്റ് ഭയന്ന് മിക്കവരും ജോലിക്ക് ഹാജരാകുന്നില്ല. പലരും കണ്ണീരൊഴുക്കി വീടുകളിൽ തന്നെ അടച്ചിരിക്കുന്നു. പിടികൂടിയാൽ ഉടൻ തന്നെ സൈനിക വിമാനങ്ങളിൽ നാടുകടത്തും. അതാണിപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പല ഉത്തരവുകളും നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഇതൊക്കെ വീൺവാക്കുകൾ മാത്രമാണെന്നും ഇക്കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പരിഹസിച്ചിരുന്നു. അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ കാട്ടിത്തരുന്നത്. അമേരിക്കയിൽ ഒരു ജോലി, അമേരിക്കൻ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ലക്ഷങ്ങൾ, അവരെ നിർദാക്ഷിണ്യം പുറത്താക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഇതെങ്ങനെ നടപ്പാക്കുമെന്ന് ലോകം പൊതുവെ സംശയിച്ചിരുന്നു. എന്നാൽ തന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് ട്രംപ് കാട്ടിത്തരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറി വെറും 3 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് 538 അനധികൃത കുടിയേറ്റക്കാരെ ഇതിനകം തന്നെ അമേരിക്ക അറസ്റ്റ് ചെയ്തത്. ബലാത്സംഗം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ ഈ അമേരിക്കയുടെ ശാപമാണ് എന്ന് മുൻപ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 4 വർഷക്കാല ബൈഡൻ ഭരണത്തിന് കീഴിൽ നിരവധി അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലെത്തി. ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വന്നത്. ഇത്തരത്തിൽ കുടിയേറിയവർ ദേശീയ സുരക്ഷയ്ക്കും പൊതുസംരക്ഷണത്തിനുമൊക്കെ വലിയ ഭീഷണി ഉയർത്തുന്നുവെന്നാണ് ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നത്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കയുടെ പ്രസിഡന്റായതിന് തൊട്ടുപിന്നാലെ വലിയ ആശങ്കയിലാണ് ഇന്ത്യൻ കുടിയേറ്റ സമൂഹം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്താനുള്ളതല്ല, മറിച്ചവ പാലിക്കാനുള്ളതാണ് എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങൾ തന്നെയാണ് ഇന്ത്യൻ സമൂഹം ഉൾപ്പെടുന്ന പ്രവാസ ലോകത്തെ ഭയപ്പെടുത്തുന്നത്. പലതലത്തിലുള്ള താൽക്കാലിക വിസയിലുള്ളവർ ഏറ്റവും അധികം ആശങ്കയിലാണ്. കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ അമേരിക്ക നടപ്പാക്കി തുടങ്ങി. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചില റിപ്പോർട്ടുകൾ വന്നു. റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ മാതാപിതാക്കൾക്ക് വിമാനത്താവളങ്ങളിൽ പ്രവേശനം നിഷേധിച്ചുവെന്ന വാർത്ത. യുഎസിൽ കുട്ടികളെ സന്ദർശിക്കാനെത്തിയ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നെവാർക്ക് എയർപോർട്ടിൽ പ്രവേശനം നിഷേധിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ദമ്പതികൾ B1, B2 സന്ദർശക വിസയിൽ 5 മാസം താമസിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ 2025 പുതിയ ചട്ടങ്ങൾ പ്രകാരം ഒരു റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ നിർബന്ധമാണ് എന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അവരുടെ അപേക്ഷകളും വിശദീകരണങ്ങളും വകവയ്ക്കാതെ മാതാപിതാക്കളെ വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. ഈ സംഭവ വികാസം നിരവധി ഇന്ത്യക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി. പുതിയ ചട്ടങ്ങൾ പ്രകാരം യുഎസ് അധികാരികളിൽ നിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തു വന്നിട്ടില്ല എന്ന് ചിലർ വാദിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ അടിയന്തരമായി മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാൻ യുഎസ് പ്രസിഡന്റ് ട്രംപ് തീരുമാനിച്ചുവെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ മാനുഷിക പരിഗണനയും സാവകാശവും ലഭിക്കുമെന്ന പ്രതീക്ഷ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. വാഷിംഗ്ടണിൽ യുഎസ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയിരുന്നു.
ചാർട്ടേഡ് വിമാനങ്ങളിൽ കയറ്റി അയക്കാൻ തീരുമാനിച്ചതിനാൽ ഏകദേശം 18,000 പേർക്കാണ് ഒറ്റയടിക്ക് മടങ്ങേണ്ടി വരുന്നത്. സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ സാവകാശം ആവശ്യപ്പെട്ടത്. പല ഘട്ടമായി തിരിച്ചയച്ചാൽ പുനരധിവാസത്തിന് സാവകാശം ലഭിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു. വിദ്യാർത്ഥി വിസ, വിദഗ്ധ തൊഴിലാളികൾക്കുള്ള H-1B വിസ തുടങ്ങിയവയൊക്കെ ഇളവ് പ്രതീക്ഷിക്കുന്നവയിൽപ്പെടുന്നു. ഇന്ത്യയിൽ ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അനധികൃത കുടിയേറ്റക്കാരിലേറെയും. മലയാളികൾ കുറവാണ്. മടങ്ങുന്നവരുടെ എണ്ണം 30,000 വരെയാകാം എന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നു. രേഖകളില്ലാത്ത വ്യക്തികളെ കണ്ടെത്തുന്നതാണ് വലിയ വെല്ലുവിളി. അമേരിക്കയിലെ മൊത്തം അനധികൃത കുടിയേറ്റക്കാർ 15 ലക്ഷത്തോളം പേരുണ്ട് എന്ന് ഭരണകൂടം പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിലനിന്നിരുന്ന ജന്മാവകാശ പൗരത്വം ട്രംപ് റദ്ദാക്കിയിരുന്നു. ഉത്തരവ് ഒപ്പിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്ക പറഞ്ഞത്. എന്നാൽ കോടതിയുടെ താൽക്കാലിക സ്റ്റേ 14 ദിവസത്തേക്ക് ഇക്കാര്യത്തിലുണ്ടായി. കുടിയേറ്റക്കാരായ ദമ്പതികൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് US പൗരത്വം ജന്മത്തിന്റെ പേരിൽ ലഭിക്കില്ല എന്നിടത്തായിരുന്നു കൂടുതൽ ആശങ്കകൾ പടർന്നത്. മെക്സിക്കോ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഇത് വലിയ തോതിൽ ബാധിക്കും. കടുത്ത നടപടികളുമായി ഇപ്പോൾ ട്രംപ് ഭരണകൂടം നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായം നിർത്തലാക്കി ഇപ്പോൾ US ഉത്തരവിട്ടു. വെള്ളിയാഴ്ചയാണ് വിദേശ ഫണ്ട് നൽകുന്നതിൽ നിയന്ത്രണവുമായി US രംഗത്തെത്തിയത്. യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന ഫണ്ട് US ഇത്തരത്തിൽ നിർത്തലാക്കി. ഇസ്രായേലിനും ഈജിപ്തിനും മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര ഭക്ഷ്യ സൈനിക സഹായം US നിർത്തിയിട്ടില്ല എന്ന് ട്രംപ് പറയുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി ഇതു സംബന്ധിച്ച വിശദമായ നിർദ്ദേശം നൽകി. ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് പ്രാവർത്തിക തലത്തിൽ നടപ്പിലാക്കാനുള്ള കഴിവും തനിക്കുണ്ട് എന്ന് ട്രംപ് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. വരും ദിവസങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ സൈനിക വിമാനങ്ങളിൽ കയറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന കാഴ്ചയാകും നമ്മൾ അമേരിക്കയിൽ നിന്ന് കാണുന്നത്. ഒരു വലിയ വിഭാഗത്തിൻ്റെ കയ്യടി ട്രംപ് നേടിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.